നമസ്കാരം, എല്ലാവർക്കും ഗാപ്പീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. ഇത് 8 മാസം മുമ്പ് ഞങ്ങൾ നട്ട ഒരു മഞ്ഞളിൻ്റെ വിത്താണ്. അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ കൃഷി രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ 8 മാസം മുമ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഞങ്ങൾ നട്ടത്. ശരിക്കും മഞ്ഞൾ നടേണ്ട സമയം ഏപ്രിൽ മെയ് മാസത്തിലാണ്. ഏപ്രിൽ മെയ് മാസത്തിൽ മഞ്ഞൾ നട്ടാൽ 8 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിളവെടുപ്പ് നടത്താൻ പറ്റും. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു പരീക്ഷണം പോലെ നട്ടതാണിത്. ഇതിൻ്റെ 8 മാസം എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഇലയൊക്കെ വാടി ഉണങ്ങാൻ തുടങ്ങും. പിന്നെ എന്നും നനച്ചാലും പച്ചപ്പ് ഉണ്ടാവില്ല ഇങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വിളവെടുപ്പിൻ്റെ സമയമായി. പിന്നെ കണക്കൂട്ടി നോക്കിയാൽ ചെയ്യണം 8 മാസമായോ എന്നുള്ളത്. അപ്പോൾ ഏപ്രിലിൽ നട്ടാൽ ജനുവരിയിൽ വിളവെടുക്കാം. മെയ്യിലാണെങ്കിൽ ജനുവരി അവസാനം ഫെബ്രുവരി ഒക്കെ ആയിട്ട് വിളവെടുക്കാം. ഇതിപ്പോൾ ഫെബ്രുവരി അവസാനം. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് മേൽഭാഗമൊക്കെ മാന്തി വയ്ക്കപ്പോൾ വിത്തൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പുറത്തിരിക്കുകയായിരുന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഒരു വീഡിയോ ആക്കി കളയാം എന്ന് പറഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്കിത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. മണ്ണൊക്കെ മാറ്റി ഇതാണ്. കുറച്ച് മണ്ണ് നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല മണ്ണളൊക്കെ ഉള്ള മണ്ണിലാണ് ഇത് നടേണ്ടത്. ഒരു കഷ്ണം നട്ടാൽ മതി. കുറച്ചൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു കഷ്ണം നട്ടതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കഷ്ണം നട്ടതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഇടുക. ഇത് നമ്മൾ നടുമ്പോൾ ഇത്തിരി ചാണകപ്പൊടി കുറച്ച് ചാരവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ല മണ്ണുകളൊക്കെ ഉള്ള മണ്ണിലാണ് നടുന്നത്. ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഗ്രോ ബാഗിലേക്ക് പകുതി മണ്ണിട്ടാൽ മതി. എന്നിട്ട് ഒരു നടുക. നട്ടതിന് ശേഷം ഇതാണ് അപ്പോൾ ഇതിലിപ്പോൾ വീണ്ടും നടുകയാണെങ്കിൽ ഈ മണ്ണ് മൊത്തം മാറ്റിയിട്ട് ഒന്നും കൂടിയൊക്കെ ലൂസ് ചെയ്ത് ചാണകപ്പൊടിയും ചാരപ്പൊടി കുറച്ചുകൂടി ചേർത്തിട്ട് പകുതി മണ്ണാക്കി ഇതാണ് ഇങ്ങനെ നടുക. കടിച്ചു കെട്ടാനും കുഴപ്പമില്ല. എന്നിട്ട് ആ മണ്ണ് മേലെ ഇതുണ്ട്. ഒരു വർഷം കൂടിയൊക്കെ ചെറിയ വർഷമുണ്ട്. അപ്പോൾ നമ്മൾ നട്ടൊന്നുകൂടി കണ്ട് ഇത് കണ്ടോ, ഇങ്ങനത്തെ വിത്താണ് നട്ടേക്കണത്. ഇത് ഇങ്ങനെ താത്തിയിട്ട് പിന്നെ നടുക, മണ്ണിട്ട് മൂടുക. ഈ മണ്ണിട്ട് മൂടിയതിന് ശേഷം കുറച്ച് ചവറ് ഉണങ്ങിയ ഇല പച്ചില അങ്ങനെയുള്ള ചപ്പ് ചവറൊക്കെ മേലെ ഇടുക. കാരണം ഏപ്രിൽ മാസത്തിൽ നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ആ ചൂട് വെയിലൊക്കെ അടിച്ച് വിത്തിന് വാട്ടം വരരുത്. അതിന് വേണ്ടിയാണ് മണ്ണിട്ട് മൂടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ ചപ്പ് ചവറൊക്കെ ഇടുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മഴ മെയ് മാസത്തിലെ മഴ കൊണ്ട് തന്നെ ഒരു മാസം കഴിയുമ്പോൾ അത് എല്ലാം മുളച്ചു കൊടുക്കും. ഒറ്റ വിത്ത് പോലും പാഴായി പോവില്ല. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഒരു 3 മാസം എത്തുമ്പോൾ കുറച്ച് ചാണകപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം മീതെ തളിച്ചു കൊടുക്കുക. പച്ചച്ചാണകം കിട്ടുന്നവരാണെങ്കിൽ അടുത്തൊക്കെ അവൈലബിൾ ആണെങ്കിൽ പച്ചച്ചാണകം മേടിച്ചിട്ട് അത് കലക്കിയിട്ട് ഒഴിച്ചാലും മതി. മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ വളപ്രയോഗമൊന്നും ഇതുപോലെ മഞ്ഞളിന് വേണ്ട എന്നാണ് പറയുന്നത്. 8 മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുപ്പ് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേകത, ഏത് വിത്ത് നട്ടാലും ഒരുവിധം ഇപ്പോൾ നട്ട മാതിരിയുള്ളത് ഇങ്ങനത്തെ വിത്തൊക്കെ നോക്കി നടുക. എങ്ങനത്തെ എല്ലാ വിത്തും മുളച്ച് കിട്ടും. ഒന്നും തന്നെ വെറുതെ പാഴായി പോവില്ല. അതാണ് മഞ്ഞളിൻ്റെ പ്രത്യേകത. അതുപോലെ ഇഞ്ചിയൊക്കെ ഇടുമ്പോഴും അങ്ങനെ തന്നെ എല്ലാം നമുക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും. അതിലെല്ലാം വിത്തിടണം. അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് മഞ്ഞൾ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് അതുമൂലം ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ഇതിന് കീടബാധ ഒന്നുകൊണ്ട് ഏക്കില്ല.
എല്ലാം മുളച്ച് കിട്ടും, എല്ലാത്തിലും വിത്തുണ്ടാകുകയും ചെയ്യും. വേറെ വൈറസ്, ഫംഗസ് അങ്ങനെയുള്ളതൊന്നും ഇതിനെ ബാധിക്കില്ല. ഇനി ഇതെങ്ങനെയാണ് പൊടിച്ചെടുക്കണതെന്ന് പറയാം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. മണ്ണൊക്കെ പോയി നല്ല രീതിയിൽ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ ഈ മണ്ണൊക്കെ ഇത് അടർത്തിയതിന് ശേഷം കേട്ടോ, അടർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അത് എന്നിട്ട് മറ്റേ പുഴുങ്ങി ആണോ കലത്തിൽ ഒക്കെ ഇട്ട് അത് പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മീതെ വെള്ളം നിൽക്കരുത്. കാരണം ഇതിൽ അടങ്ങിക്കുന്ന മെയിൻ കുർക്കുമീൻ എന്ന ആ രാസഘടകം വെള്ളത്തിലരിഞ്ഞ് കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാനാണ് അധികം വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. അതിനിടക്ക് 1-2 പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഏറ്റവും ഇതിൽ വെള്ളമൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് അങ്ങനെ ചെയ്യണം. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നെങ്ങാൻ തുടങ്ങും. അങ്ങനെ നെങ്ങുമ്പോഴാണ് അത് ഇത് വെന്തിട്ടേണ്ട ആവശ്യത്തിന് രീതിയിൽ വേവായിട്ടുണ്ടെന്ന് പറയുന്നത്. അത് തീ നിർത്തി അറിയതിന് ശേഷം അരിഞ്ഞെടുക്കുക. ഓരോന്ന് അരിഞ്ഞ് ചെറിയ ഇത്രത്തോളം പീസ്, അതായത് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി എടുത്ത് ഒരാഴ്ച വെയിൽ കൊണ്ടാൽ നല്ല രീതിയിൽ മിക്സിയിൽ പൊടിക്കാൻ പാകത്തിന് നമുക്ക് ഉണങ്ങി കിട്ടുള്ളൂ. അങ്ങനെ ഉണങ്ങിയത് നേരിട്ട് മിക്സിയിൽ കുറച്ച് എടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ അരിച്ച് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കിട്ടും. ഓരോ വീട്ടിലും ഇതിങ്ങനെ ഓരോ കഷ്ണം 4-5 ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നിലത്ത് നടാൻ കൃഷി ചെയ്യാൻ സൗകര്യമുള്ളവർ അങ്ങനെ നിലത്ത് കെട്ട് ഈ രീതിയിൽ മഞ്ഞൾപ്പൊടി തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞങ്ങളിത് ആദ്യത്തെ ആയിട്ടാണ് ഈ മഞ്ഞൾ ഇങ്ങനെ ചെയ്തു നോക്കുന്നത്. എല്ലാവർക്കും വിജയിച്ച് കിട്ടും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.